കൊലപാതകം നടത്തിയ പയ്യനാണെങ്കിലും അവന് ഇമോഷൻസ് ഇല്ല. സീരിയലായിട്ടുള്ള കുറേ ഇൻഫർമേഷൻ ഈ സെയിം സിറ്റുവേഷൻ നടക്കുന്നുണ്ടല്ലോ. ഇവിടെ എല്ലാം നോക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രമുള്ള, ദർ ഇസ് നോ ഇമോഷൻ. ഇവർക്ക് യാതൊരു വികാരവും ഒരു മനുഷ്യനോടില്ല. ദാറ്റ് മീൻസ് അവരുടെ മൈൻഡ് അങ്ങനെ ആയിപ്പോയെന്നുള്ളതാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഫാമിലിയാണ്. പക്ഷെ അഫാന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ അഫാൻ ലഹരിക്ക് അടിമയല്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ എന്നിൽ പോലും അഫാന് ആ പിറ്റേ ദിവസം കൊണ്ടുവരുമ്പോൾ, അതായത് ആശുപത്രിയിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ ഒരു ഭാവമാറ്റവും ഇല്ല. ചിരിച്ചുകൊണ്ടാണ് അഫാൻ മാധ്യമങ്ങളെ തന്നെ നോക്കിക്കാണുന്നത്. അപ്പം അവരുടെ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് തന്നെ അവിടെ നഷ്ടപ്പെടുകയാണ്. ആങ്കർ കൂടിക്കഴിയുമ്പോഴേക്കും നമുക്ക് സ്ട്രെസ് ഹോർമോൺസ് ഇല്ലേ, അത് കോർട്ടിസോളിൻ്റെ ഒക്കെ ലെവൽ ഹൈ ആയിരിക്കണം. നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ അടച്ച് വീട്ടിനകത്ത് കുറച്ച് നേരം ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സ്റ്റേറ്റിൽ വരാം. വിളിച്ചാൽ എഴുന്നേക്കില്ല, അങ്ങനെയുള്ള സംഭവം. ഉറക്കം തീരെ കുറവായിരിക്കും, രാത്രിക്ക് എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ഇവർ ആ ഒരു സ്റ്റേറ്റിലേക്ക് കടന്നു പോകുന്നുള്ളത്. അപ്പോൾ നമുക്ക് വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റുന്ന കുറേ സിംറ്റംസാണ് ഇതെല്ലാം. ഈ ആങ്കർ ഇഷ്യൂ ഉള്ളവർക്ക് നമുക്ക് എന്ത് മരുന്ന് കൊടുക്കും? ആങ്കർ ഇഷ്യൂ ഉള്ളവർക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആങ്കർ കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അത് ഹോർമോണൽ ചേഞ്ചസ് കുറയ്ക്കാൻ പറ്റുമായിരിക്കും, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് അതായത് ഒരാളെ കൊല്ലുന്ന രീതിയിലേക്കുള്ള വയലൻസിലേക്ക് വരാൻ എന്തായിരിക്കും അതിനുള്ള കാരണം? ചെറുപ്പത്തിലേ കിട്ടുന്ന എന്താണോ അതായിരിക്കും അവരുടെ ബാക്ക്ഗ്രൗണ്ട്. പേരൻസിന് ദേഷ്യമുള്ള പേരൻസാണ് ഇത് കണ്ടിട്ടായിരിക്കും മിക്ക കുട്ടികളും ഇത് പഠിച്ച് വളരുന്നത്. പേരൻസിന് ദേഷ്യമുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉറപ്പായിട്ട്. ഞാൻ തെറാപ്പി ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വരുന്ന മിക്ക കേസുകളിലും ഇത് സെയിം. ഇത് ഒരു തവണ ഉപയോഗിച്ചാൽ മതി, 2 തവണ ഉപയോഗിച്ചാൽ മതി ആൾക്കാരൊക്കെ പിള്ളേർ ഇവർ കൂടെ പിയർ ഗ്രൂപ്പൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ആളുകൾക്കൊരു മുദ്രാവാക്യമുണ്ട്. എന്താണെന്ന് ഞാൻ പറയട്ടെ. അതായത് അങ്ങനെ ഒരു നേച്ചറിലേക്ക് ഒരു മാറും. അത് ഒരു സൈക്കോപാത്ത് നേച്ചറുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളായി പോകാൻ കാരണം ഗെയിമിംഗ് ആണ്. കുട്ടികൾ ഉപയോഗിക്കുന്ന ഗെയിമിംഗ് ഡേഞ്ചറസ് ആണ്. നമ്മൾ ആ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലായി നമ്മൾ കോൺഷ്യസ്ലി അതിനകത്തേക്ക് തന്നെ കയറി. പിന്നെ ശ്രദ്ധ വേറെ ഉണ്ടാവും. ഹെഡ്ഫോണുകൾ ഉപയോഗിച്ചായിരിക്കുന്നെങ്കിൽ ഒന്നും നോക്കണ്ട. നമ്മൾ പിന്നെ സ്ക്രോൾ ചെയ്ത് പോകും. സമയം പോകുന്നറിയില്ല. ഒരു ഫീലിംഗ് വിശപ്പ് പോലും തോന്നത്തില്ല. ഹാബിറ്റായി പോകും. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു ക്രിമിനൽ നേച്ചറിലേക്ക് കൂടുതലും വരാൻ സാധ്യത. യുവതലമുറയിലെ വയലൻസ്, എനിക്കൊന്നും മാർക്കോ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഈ വയലൻസിനെ പറ്റി ആളുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ആ ചർച്ച ചെയ്തതിനോടൊപ്പം തന്നെ നമ്മൾ അത്തരത്തിലുള്ള വാർത്തകളാണ് ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെയായിരുന്നു അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ള ബാക്കി 4 പേരെയും അദ്ദേഹത്തിന്റെ കാമുകിയും ക്രൂരമായി കൊലപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. നേരത്തെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളായിരുന്നു പേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള മനോവൈകല്യം ഉള്ളവരുണ്ടെങ്കിൽ സമൂഹത്തിലുള്ള ആളുകളായിരുന്നു പേടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സ്വന്തം വീട്ടുകാർ തന്നെ പേടിക്കേണ്ട അവസ്ഥയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കണം. അതെന്തായിരിക്കും? എവ്രി റീസണിൻ്റെ ഇതിൻ്റെയൊക്കെ കോസ് എന്ന് പറയുന്നത് ഐ വുഡ് സേ ഫാമിലി. ഏത് സാഹചര്യമാണെങ്കിലും ഫാമിലി എന്നാണ്. എന്തിൻ്റെയും വേരെന്ന് പറയുന്നത് ഫാമിലിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സൂയിസൈഡ് ഇപ്പോൾ പറഞ്ഞ കൊലപാതകം നടത്തിയ പയ്യനാണെങ്കിലും അവന് ഇമോഷൻസ് ഇല്ല. ആരോടും ഒരു ഇമോഷൻ ഇല്ല. ഇമോഷൻ ഇല്ലെങ്കിൽ അത് എവിടെ നിന്ന് നമ്മൾ കൊടുത്തു വിടേണ്ട സംഭവം പേരൻസിൻ്റെ സൈഡിൽ നിന്നായിരിക്കാം, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്നായിരിക്കാം, അധ്യാപകരുടെ സൈഡിൽ നിന്ന്. ഇതെല്ലാം ഇവർക്ക് കൊടുക്കേണ്ട ഇൻഫർമേഷൻ എന്താണ്, അത് കൊടുക്കണം. ആ ഇമോഷൻ ഇല്ലാതെ വരുമ്പോൾ ഡെഫിനറ്റ്ലി അത് ആ ഒരു സ്റ്റേജിലേക്ക് അവർ പോകും. പിന്നെ മീഡിയ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നമുക്ക് കംപ്ലീറ്റ്ലി ഇപ്പോൾ കാണുന്ന എല്ലാം ഇപ്പോൾ പറഞ്ഞ സിനിമ എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ അത് ഇവർ ട്രിഗർ ചെയ്യുന്ന ഇൻസിഡൻസ് ഇതെല്ലാം. അപ്പോൾ ഇത് മിമിക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇതിനകത്ത് നമ്മൾ ഹിപ്നോസിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡുണ്ട്, മിററിങ് ആൻഡ് മാച്ചിങ് എന്ന് പറയും. മാച്ചിങ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന എന്താണോ അതേപോലെ മിറർ ചെയ്യാൻ തുടങ്ങും. അത് അവർ ചെയ്യുന്ന എന്താണെന്ന് മിറർ ചെയ്യും, ചില മാച്ച് ചെയ്യും, ഈ സെയിം സിറ്റുവേഷൻസ് മാച്ച് ചെയ്യാൻ തുടങ്ങും. അത് ഇവർ പോലും അറിയാതെ ചെയ്യപ്പെടുന്ന സംഭവമാണ്. കാരണം റിപ്പീറ്റായിട്ട് ഇതിനെപ്പറ്റി എക്സ്പോസ് ആയി കഴിയുമ്പോഴേക്കും ദേ ഡു ഇറ്റ്. സൊസൈറ്റിക്ക് അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഈ പറഞ്ഞ ഫാമിലിക്ക് അറിയില്ല, ഇവൻ ഡിപ്പാർട്ട്മെന്റ്സിലുള്ള പോലീസുകാർക്കും ആർക്കും ഒന്നും ഇതിനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അല്ല, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കുത്താൻ നിൽക്കുന്ന ആളുകളാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിലുള്ളത്. അതെ അതെ. ഇപ്പൊ അച്ഛനമ്മമാർക്ക് പോലും മക്കളോട് എന്തെങ്കിലും സംസാരിക്കാൻ പേടിയാണ്. എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിലും സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ആക്രമിക്കും. ആ രീതിയിലേക്ക് മക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ നമ്മുടെ സമൂഹത്തിന് ആപത്തല്ലേ? ഇമോഷണൽ ടോളറൻസ് എന്ന് പറയുന്നത് കുട്ടികൾക്കില്ല. ഇപ്പം നമ്മുടെ അഡൽസിനാണെങ്കിലും ഇമോഷണൽ ടോളറൻസ് ഇല്ല. വളരെ നാരോ ലൈനിലാണ് ശരിക്കും ഇത് പോകുന്നത്. അപ്പം ആ ഒരു ചെറിയൊരു ബ്രേക്ക് വന്നാൽ അത് ഇമ്മീഡിയറ്റ്ലി അവർ റിയാക്ട് ചെയ്യും. അവർ ചിലപ്പോൾ ചിലപ്പോൾ ആക്രമിക്കാം, ശാരീരികമായിട്ട് ആക്രമിക്കാം, ചിലപ്പോൾ കൊലപാതകം നടത്തി. ഇപ്പം നമ്മൾ കണ്ട പോലെ 3-4 എക്സാമ്പിൾ നമ്മുടെ ഫ്രണ്ടിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ടല്ലോ. ഗ്രീഷ്മയുടെ തന്നെ സംഭവം. അതെ അതെ. ആ ഒരു ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞത് തൻ്റെ ആഗ്രഹം സബലീകരിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ പോകാൻ വേണ്ടിയിട്ട് സ്വന്തം കാമുകനെ, അത്രയും 8 വർഷം 10 വർഷം പ്രേമിച്ചൊരു കാമുകനെ തന്നെ കൊന്നുകളയേണ്ട അവസ്ഥയിലേക്ക് വന്നു. ജോളിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്വന്തം വീട്ടുകാരെ തന്നെ കൊല്ലുകയാണ്, അല്ലെങ്കിൽ തൻ്റെ
ബന്ധുക്കളെ തന്നെ കൊന്നുകളയുകയാണ്. ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും തന്നെ ഇപ്പോൾ ആളുകൾക്ക് ആർക്കും ആരോടുമില്ല. ഇപ്പോൾ ഈ കുട്ടികളുടെ അവസ്ഥ പറയുകയാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഇപ്പോൾ ഒരു സീരിയലായിട്ടുള്ള കുറേ ഇൻഫർമേഷൻ ഈ സെയിം സിറ്റുവേഷൻ നടക്കുന്നുണ്ടല്ലോ, ഇവിടെ എല്ലാം നോക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രമുള്ള ദർ ഇസ് നോ ഇമോഷൻ. ഇവർക്ക് യാതൊരു വികാരവും ഒരു മനുഷ്യനോടില്ല. ദാറ്റ് മീൻസ് അവരുടെ മൈൻഡ് അങ്ങനെ ആയിപ്പോയെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ ഇമോഷൻസും റിയാക്ട് ചെയ്യപ്പെടുന്നുള്ള ഒരു അഡൽട്ട് അല്ലെങ്കിൽ ഒരു പക്വതയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നോർമൽ ഗ്രേഡിൽ വരുന്ന വ്യക്തിക്ക് എല്ലാ ഇമോഷൻസും റിയാക്ട് ചെയ്യപ്പെടണം. ഇതിൻ്റെ കോസേറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ദർ ഇസ് എ ഫാമിലി, ദർ ഇസ് എ ബാക്ക്ഗ്രൗണ്ട്, ചൈൽഡ്ഹുഡ് ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ നിന്നെല്ലാം തുടങ്ങും. നമ്മളിപ്പോൾ ഈ കാണുന്ന ഇഷ്യൂ ആയിരിക്കത്തില്ല ഈ പറയുന്ന കൊലപാതകം നടത്തിയ വ്യക്തിയുടെ മനസ്സിലുള്ള പ്രശ്നം. നമ്മൾ സമൂഹം ഇവരെ കുറ്റവാളി ചെയ്തിട്ട് വിധിക്കുന്നെങ്കിലും ഇവരുടെ ഒരു ഇമോഷണൽ ഇഷ്യൂ എന്താണോ നമ്മൾ ഒരിടത്തും അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഈ വയലൻസും ആങ്കറും ഒന്നാണോ അതോ രണ്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ആണോ? ആങ്കർ പെർസിപ്പിറ്റേറ്റ് ചെയ്തിട്ടാണ് വയലൻസിലേക്ക് വരുന്നത്. ആങ്കർ കൂടിക്കഴിയുമ്പോഴേക്കും നമുക്ക് സ്ട്രെസ് ഹോർമോൺസ് ഇല്ലേ, അത് കോർട്ടിസോളിൻ്റെയൊക്കെ ലെവൽ ഹൈ ആയിരിക്കും. നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല, നമ്മുടെ കൺട്രോളിൽ നിൽക്കാതെ വരും. പിന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ചിലർക്ക് കുറ്റബോധം ഉണ്ടാവും. ഇവർക്കത് റിപ്പീറ്റ് ആയിട്ട് ഹാബിറ്റഡ് ഫീലിലേക്ക് വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞ പോലെ ഇത് ആദ്യം പറഞ്ഞ ഫീലിങ്സ് ഉണ്ടാവില്ല, ഇമോഷൻസ് ഇല്ലാണ്ടാകുമ്പോൾ കുറ്റബോധം എന്നൊരു സംഭവം ഉണ്ടാവില്ല. ദേ ഡു ഇറ്റ്. ഇപ്പോൾ നമ്മൾ കണ്ടതെല്ലാം ഇതേ സെയിം എക്സാമ്പിൾസ് തന്നെയാണ്. ഈ വയലൻസ് ഉള്ള ആളുകളെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? അതായത് ഇപ്പം ഒരുപാട് ആങ്കർ കാണിക്കുന്ന ആളുകളാണോ ഇത്രത്തോളം വയലൻസ് അവരുടെ ഉള്ളിലുള്ളത്, അതോ ഈ ചില ആളുകളുണ്ട് സ്വന്തമായിട്ടൊക്കെ മുറിവ് വരുത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ ഭിത്തിയിലിടിച്ച് കൈ മുറിക്കുക, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉള്ളിൽ വയലൻസ് ഉണ്ടായതുകൊണ്ടായിരിക്കുമോ? വയലൻസ് എന്ന് പറയുന്ന സംഭവം ഇത് ജനറേറ്റ് ചെയ്യപ്പെടുന്നതാണ്, സൊസൈറ്റിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്നതാണല്ലോ വയലൻസ്. അത് ശരിക്കും ഒരാൾക്ക് വ്യക്തിക്ക് തോന്നത്തില്ല. അവൻ ചിലപ്പോൾ അടുത്ത് നിൽക്കുന്നതോട് പോലും ആ ഒരു ഫീലിങ്സ് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഇത് ട്രിഗർ വരുന്നത്. അപ്പോൾ അത് വരാനുള്ള റീസൺസും ഞാൻ പതി പറഞ്ഞില്ല, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സൊസൈറ്റി ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം ഇതിൻ്റെ റീസണായിട്ട് കയറി വരാം. ഇവരെ കണ്ടെത്തി ട്രീറ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഇവരുടെ സ്വഭാവത്തിലുള്ള വ്യതിയാനങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ഉണ്ടാകും ഇവർക്ക്, പെട്ടെന്ന് സങ്കടം, പെട്ടെന്ന് ദേഷ്യം. അപ്പോൾ അത് എപ്പോഴും ഒരു സ്റ്റെബിലൈസ്ഡ് ആയിരിക്കത്തില്ല, ഇങ്ങനെ സ്വിങ് കൂടിക്കൊണ്ടിരിക്കും. ഇവർ റിയാക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇത് ഒരു പ്രോപ്പർ രീതിയിലായിരിക്കത്തില്ല പെരുമാറ്റം തന്നെ. ചിലപ്പോൾ അടച്ച് വീട്ടിനകത്ത് കുറച്ച് നേരം ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ വരാം. വിളിച്ചാൽ എഴുന്നേക്കില്ല, അങ്ങനെയുള്ള സംഭവം. ഉറക്കം തീരെ കുറവായിരിക്കും, രാത്രിക്ക് എഴുന്നേറ്റ് നടക്കുന്നുണ്ടാകും. ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ഇവർ ആ ഒരു സ്റ്റേറ്റിലേക്ക് കടന്ന് പോകുന്നുണ്ടെന്നുള്ളത്. അപ്പം നമുക്ക് വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റുന്ന കുറേ സിംറ്റംസാണ് ഇതെല്ലാം. അപ്പോൾ ഈ സിംറ്റംസ് ഉള്ളവരെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ട്രീറ്റ് ചെയ്യാൻ കഴിയും? അതായത് കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ മറ്റെന്തെങ്കിലും മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ കഴിയുമോ? ഈ ആങ്കർ ഇഷ്യൂ ഉള്ളവർക്ക് നമുക്ക് എന്ത് മരുന്ന് കൊടുക്കാൻ? ആങ്കർ ഇഷ്യൂ ഉള്ളവർക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആങ്കർ കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അത് ഹോർമോണൽ ചേഞ്ചസ് കുറയ്ക്കാൻ പറ്റുമായിരിക്കും, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മളിപ്പോൾ സൈക്കാട്രിക് മെഡിസിൻ ആണെങ്കിൽ എന്ത് മെഡിസിനും കൊടുത്ത് കഴിയുമ്പോൾ ഉള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇവർക്ക് ഉറങ്ങാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത്, അതല്ലാതെ വേറെ ഒന്നും കൊടുക്കാനുള്ള സാധ്യതകളില്ല അതിനകത്ത് മെഡിസിൻസ് വരുമ്പോഴേക്കും. അപ്പോൾ ഉറക്കം വേണ്ടി കൊടുക്കുമ്പോൾ അത് ഏകദേശം ഒരു 10 മണിക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും മരുന്ന് ആക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ രാവിലെ 6 മണിക്ക് 7 മണിക്ക് എഴുന്നേക്കില്ല, ഒരു 10-11 മണി അവർ കിടന്നു തുടങ്ങും. കാരണം അതേപോലെ ക്ഷീണമായിരിക്കും. അപ്പോൾ അവരോട് വീണ്ടും സ്ട്രെസ്സ് കൊടുക്കാൻ തുടങ്ങും. എഴുന്നേൽക്കുന്നില്ല രാവിലെ, വീണ്ടും സെയിം ട്രിഗർ തന്നെയല്ലേ കൊടുക്കുന്നത്. അറിയാൻ മേലാത്തതുകൊണ്ട് സംഭവിച്ചു പോകുന്ന പ്രശ്നങ്ങളാണ്. അവിടെ മെഡിസിനേഷൻ ആകുന്നതിനൊക്കെ നല്ല അതിന് മുമ്പ് ഒരു പ്രീ കൗൺസിലിംഗ് ഈസ് എൻ ഐഡിയൽ ഓപ്ഷനാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും കൗൺസിലിംഗ് വർക്കൗട്ട് ആയില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഹിപ്നോസിസ് ആണ്, ഹിപ്നോതെറാപ്പിയാണ്. ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചൈൽഡ്ഹുഡിൽ ഇതേ കൂട്ടുള്ള ദേഷ്യമോ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ വരുന്നത്, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമോ ഇത്തരത്തിലുള്ള വയലൻസിലേക്ക് വരാൻ? അതായത് ഒരാളെ കൊല്ലുന്ന രീതിയിലേക്കുള്ള വയലൻസിലേക്ക് വരാൻ എന്തായിരിക്കും അതിനുള്ള കാരണം? ചെറുപ്പത്തിലേ കിട്ടുന്ന എന്താണോ അതായിരിക്കും അവരുടെ ബാക്ക്ഗ്രൗണ്ട്. പേരൻസിന് ദേഷ്യമുള്ള പേരൻസാണ് ഇത് കണ്ടിട്ടായിരിക്കും മിക്ക കുട്ടികളും ഇത് പഠിച്ച് വളരുന്നത്. പേരൻസിന് ദേഷ്യമുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉറപ്പായിട്ട്. ഞാൻ തെറാപ്പി ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വരുന്ന മിക്ക കേസുകളിലും ഇതേ സെയിം തന്നെ. ഞാൻ ആദ്യം ചോദിക്കും ആർക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം? അവരെ അമ്മയ്ക്കാണ് ദേഷ്യം. അപ്പം അമ്മ പറയും അപ്പനാ ദേഷ്യം എന്ന് പറയും. രണ്ടുപേർക്ക് നല്ല ദേഷ്യമുള്ള. അപ്പോൾ ഈ കുട്ടികളോട് ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന അച്ഛനും അമ്മയെല്ലാം സൂക്ഷിക്കണം, തൻ്റെ മക്കളും അതേ കൂട്ട് വരും. കുട്ടികളോട് മാത്രമല്ല, ഇവർ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോഴോ ഇവർ തമ്മിലും ഭയങ്കര ദേഷ്യം വരും. ഭയങ്കര ശബ്ദത്തിൽ സംസാരിക്കുക. കുട്ടികൾക്ക് എപ്പോഴും അങ്ങനെ പ്രശ്നമുണ്ട്. ഭയങ്കര ശബ്ദത്തിൽ സംസാരിക്കുക, റേസ് ചെയ്ത് സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഇവരെടുക്കാൻ സംബന്ധിച്ചാൽ എന്തോ പ്രശ്നമുണ്ട്, ഇത് ഞാൻ ഇങ്ങനെയായിട്ട് ഫീൽ ചെയ്യും. അപ്പം അവരുടെ ഉള്ളിൽ ആ ഒരു ഏർജ് ഫീൽ ക്രിയേറ്റ് ചെയ്യും. പിന്നീട് ഇതിനോട് സാമ്യമായിട്ടുള്ള സിറ്റുവേഷൻസ് വരുമല്ലേ, നമ്മുടെ മീഡിയയിൽ കിട്ടുന്ന വിഷ്വലി കാണുന്ന സംഭവങ്ങളെല്ലാം എല്ലാതും ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതേപോലെ ഒരുപാട് വാർത്തകൾ നമുക്ക് ദിനം പ്രതി കാണാൻ കഴിയും. അത് ഇതൊരു ടെൻഡൻസി കൂട്ടുന്നുണ്ടാണോ? അത് ഉറപ്പായിട്ടും കൂട്ടുന്നുണ്ട്. പറയാൻ കാരണം നമ്മൾ വാർത്തകൾ കാണുമ്പോൾ, ഞാൻ നേരത്തേക്ക് പറയുമ്പോൾ പണ്ടൊക്കെ വാർത്തയൊക്കെ വന്നിട്ടുണ്ടെന്ന് വൈകിട്ട് ഒരു 9 മണി തൊട്ടുള്ള വാർത്തകൾ മുഴുവനും ക്രൈം ഫയൽ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനത്തെ ഇതായിരിക്കും. മിക്ക മലയാളികളും കണ്ടിട്ട് കിടക്കുന്നതായിരിക്കും. ഈ സമയത്ത് ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിലാണ്. അവർ പോലും അറിയാതെ ഉപബോധ മനസ്സിലേക്ക് കയറും.
അപ്പോൾ ഒരു സംഭവം കണ്ടു കഴിയുമ്പോൾ വീണ്ടും കിടന്ന് ഉറങ്ങുന്ന ഇതേ കേട്ടുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ നമ്മളിപ്പോൾ ഒരു കൊലപാതക വാർത്ത കണ്ടെന്ന് വിചാരിച്ചോ, നമ്മൾ കണ്ടെന്ന് വിചാരിച്ചു പിന്നെ തുടർച്ചയായിട്ട് ഇതേ സിമിലർ ആയിട്ടൊരു 3-4 വാർത്തകൾ വീണ്ടും ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് നമ്മൾ പോലും അറിയാതെ നമ്മളെ മനസ്സിലേക്ക് ഈ ഇൻഫ്ലുവൻസ് കയറുക. വാട്ട് എവർ വി സി. നമ്മൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ നമുക്ക് അങ്ങനെയുള്ള കേസുകൾ ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കേരള പോലീസിനെ ഡി-ഹണ്ട് പോലുള്ള ഒരുപാട് പദ്ധതികൾ തുറന്നുണ്ട്. ഈ ലഹരി ഈ വയലൻസ് കൂട്ടാൻ സഹായിക്കുന്നുണ്ടോ? ലഹരിയുടെ കേസ് നമുക്ക് ഒരിക്കലും നമ്മുടെ കൺട്രോളിലല്ല. ഇപ്പോൾ എവിടെയാണ്, ആരാണ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പോലും അറിയാൻ പോലീസിന് പോലും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ സംഭവം എന്നൊരു പിടി കിട്ടുന്നില്ല, അറിയത്തില്ല എന്താ സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പെൺകുട്ടി വന്നിട്ട് പോലീസ് ജീപ്പൊക്കെ തല്ലി പിടിക്കുന്നത് ഭയങ്കര വൈറലായിരുന്നു. വന്നിട്ട് പോലീസുകാരെ തന്നെ വെല്ലുവിളിക്കണം. ചീത്തയോ പിറ്റേ ദിവസം ആ കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ സൽസ്വഭാവിയായിട്ടുള്ളൊരു പെൺകുട്ടി. അങ്ങനെയാണ് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആ സ്റ്റേറ്റിൽ അവർ ശരിക്കും പറഞ്ഞ ഒരു ഹാലുസിനേറ്റഡ് സ്റ്റേറ്റ് ആണ്. അവരെന്താ പറയണമെന്ന്, എന്താ ബിഹേവ് ചെയ്യുന്നൊന്നും അറിയില്ല. അവർക്ക് ഒരു എർജ് ആ സമയത്ത് കിട്ടുന്ന എന്താണോ അത് അതേപോലെ റിയാക്ട് ചെയ്ത് തീർക്കും. യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇത് ഒരു തവണ ഉപയോഗിച്ചാൽ മതി, 2 തവണ ഉപയോഗിച്ചാൽ മതി ആൾക്കാരൊക്കെ ഇവർ കൂടെ പിയർ ഗ്രൂപ്പൊക്കെ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ആളുകൾക്കൊരു മുദ്രാവാക്യം ഉണ്ട്. എന്താണെന്ന് ഞാൻ പറയട്ടെ. അതായത് ഇത് ഉപയോഗിച്ച് നിങ്ങൾ ഇതല്ല ഉപയോഗിക്കുന്നത്, നിങ്ങളാണ് ഇതിനെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞൊരു മുദ്രാവാക്യമുണ്ട്. അപ്പോൾ ഇത് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവർ കേൾക്കുമ്പോൾ ശരി എന്നല്ല. എൻ്റെ അടുത്ത് തെറപ്പിക്ക് വരുമ്പോൾ ഞാൻ പറയുമ്പോൾ ചോദിക്കുന്ന ആളുകൾ പറയുമ്പോൾ ഇതേ സെയിം ഡയലോഗ് തന്നെ പറയും. സാർ ഞാൻ കൺട്രോളിലാണ്, എനിക്കത് പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ ഡേഞ്ചർ എന്ന് പറയുന്നത് ഓരോ ദിവസം ചെല്ലും തോറും അവരെ അത് ഫോഴ്സ്ഫുള്ളായിട്ട് യൂസ് ചെയ്യപ്പെടുകയാണെന്നുള്ളതൊരു അവർ പോലും അറിയാതെ അഡിക്റ്റഡ് ആണ് അതിനകത്ത്. നമ്മൾ ഈ ഇങ്ങനെയുള്ള കേസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇതിനകത്തെല്ലാം ലഹരി കൃത്യമായിട്ടൊരു ഘടകമാണ്. പക്ഷെ അഫാന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ അഫാൻ ലഹരിക്ക് അടിമയല്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ എന്നിൽ പോലും അഫാന് ആ പിറ്റേ ദിവസം കൊണ്ടുവരുമ്പോൾ, അതായത് ആശുപത്രിയിൽ നിന്ന് പുറത്തോട്ട് വരുമ്പം ഒരു ഭാവമാറ്റവും ഇല്ല. ചിരിച്ചുകൊണ്ടാണ് അഫാൻ മാധ്യമങ്ങളെ തന്നെ നോക്കിക്കാണുന്നത്. അപ്പം അവരുടെ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് തന്നെ അവിടെ നഷ്ടപ്പെടുകയാണ്. അത് ഭയങ്കരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ വളർന്നു വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ സമൂഹം തന്നെ നശിച്ചു പോവുകയില്ലേ? അപ്പോൾ ഇത് 2 ടേംസാണ് കോമൺലി ഉപയോഗിക്കും. വിഷ്വൽ എക്ടസി ആൻഡ് വിഷ്വൽ പെർവേർഷൻ എന്ന് പറയും. എന്നുവെച്ചാൽ ചില ആളുകൾ ചെയ്ത് കാണിക്കുന്ന കണ്ടതിന് ശേഷം പബ്ലിക്കിൽ ഇറങ്ങി ഒരു മീഡിയ പ്രസൻസ് കിട്ടിക്കുമ്പോൾ ഭയങ്കര ഒരു എക്ടസി, ഒരു ഇമോഷണൽ ഫീൽ കിട്ടും. അങ്ങനെ ഒരു നേച്ചറിലേക്ക് ഇവർ മാറും. അത് ഒരു സൈക്കോപാത്ത് നേച്ചറുള്ള ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളായി പോകാൻ കാരണം ഗെയിമിംഗ് ആണ്. കുട്ടികൾ ഉപയോഗിക്കുന്ന ഗെയിമിംഗ് ഡേഞ്ചറസ് ആണ്. കാരണം ഇതിനകത്ത് യൂസ് ചെയ്യുന്ന വാക്കുകളൊക്കെ ഭയങ്കര ഹാർഡാണ്. കൊല്ലടാ, അവൻ വെട്ടടാ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഞാൻ തെറപ്പിക്ക് വരുമ്പോൾ പിള്ളേർ പറയുന്ന സംഭവങ്ങൾ ഇതെല്ലാം ഇവർക്ക് അറിയില്ല. ഇവർ ഉപയോഗിക്കുന്ന വാക്കുകളുടെ മീനിങ് എന്താണ്. ഇത് നമ്മുടെ ഉപബോധം മനസ്സിലിരിക്കും. ഡെഫിനറ്റ്ലി. മൊബൈൽ ഫോൺ ഒരു 2 മിനിറ്റ് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു, യു ആർ ഹിപ്നോട്ടൈസ്ഡ്. നമ്മൾ ആ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഹിപ്നോട്ടിക് സ്റ്റേറ്റിലായി നമ്മൾ കോൺഷ്യസ്ലി അതിനകത്തേക്ക് തന്നെ കയറി. നമ്മൾ പിന്നെ ശ്രദ്ധ വേറെ ഉണ്ടോ? ഹെഡ്ഫോണുകൾ ഉപയോഗിച്ചായിരിക്കുന്നെങ്കിൽ ഒന്നും നോക്കണ്ട. നമ്മൾ പിന്നെ സ്ക്രോൾ ചെയ്ത് പോകും. സമയം പോകുന്നറിയില്ല. ഒരു വിശപ്പ് പോലും തോന്നത്തില്ല. ഹാബിറ്റായി പോകും. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ക്രിമിനൽ നേച്ചറിലേക്ക് കൂടുതലും വരാൻ സാധ്യതയുള്ളത്. ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാനും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അവർക്കൊരു നീഡ് ഉണ്ടാകണം. നമ്മൾ പിടിച്ചോണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ വേറെ പിടിച്ചോണ്ട് പോയി തെറാപ്പി ചെയ്യാൻ പോയി ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അവന് താല്പര്യം ഉണ്ടെങ്കിലേ നടക്കില്ല. കാരണം അവൻ്റെ മനസ്സിലേക്ക് കയറണമെങ്കിൽ അവന് വില്ലിങ് ആയിരിക്കണം. ആ അവനെ വില്ലിങ് ആക്കുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. പേരൻ്റൽ സൈഡിൽ നിന്നും കൗൺസിലിംഗ് സൈഡിൽ നിന്നും വില്ലിങ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. തെറാപ്പിക്ക് ചെയ്യാൻ ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഡ്രഗ് അഡിക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ സമയം എടുത്താലും ഇറ്റ്സ് എഫക്റ്റീവ്. അങ്ങനെ ആളുകളെ നമുക്ക് അതിൽ നിന്നും പിന്തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. പിന്നെ ഒരു ലൈഫല്ലേ, ജീവനാണ്.